ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എല്ലാവരും വീട്ടിൽ മാഗി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി മാഗിയാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഉള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇടാം. അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും ഒരു 1/4 കപ്പ് ക്യാപ്സിക്കവും, അതും ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വശക്കാം. നന്നായിട്ടൊന്ന് വശക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വശക്കിയെടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വശക്കാം. എന്നിട്ട് ഒരു ടീസ്പൂൺ വിനീഗർ വേണ്ട എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യുന്നതാണ്. എന്നിട്ട് ഒരു 3-4 പാക്കറ്റ് മാഗി മസാല. നമ്മൾ ഒരു സാധാ മാഗി മസാലയും 2 ചില്ലി മാഗി മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് നോർമലായിട്ടുള്ള സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോസും ഒരു 3-4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് മാഗി അതിലേക്ക് മാഗി ആഡ് ചെയ്യാം. നമ്മൾ 4 മാഗീസാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഫുള്ളൊന്ന് കൊടുക്കുക. അതിൽ വെള്ളം കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ മാഗി കുഴഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്കൊരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം 2 മുട്ട എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളൊന്ന് സ്പ്രെഡായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് തക്കാളിയും, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും, കുറച്ച് മുളകും, കുറച്ച് മല്ലിയിലയും, കുറച്ച് സവാളയും, ചെറുതായിട്ട് അരിഞ്ഞ സവാളയും ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് മുട്ട ഫുള്ളൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി പിടിച്ചു വരുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി പിടിച്ചു വരുന്ന ഇതിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ മുട്ട നമ്മുടെ മാഗിയിലോട്ട് ഇട്ട് കൊടുക്കാം, ആഡ് ചെയ്തിട്ട് ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടും പിടിച്ചു വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുട്ട കൂടുതലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലും മാഗിയിലും കൂടെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, അത് വേറൊരു ടേസ്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.